ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലത്തിന് പരിസമാപ്തി. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പൂർത്തിയാക്കി ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജാ ചടങ്ങുകൾ നടന്നു. മുൻ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് തിരക്കിന് വലിയ കുറവുണ്ട്. ഇന്ന് ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് നട തുറക്കുക. മണ്ഡലപൂജ കഴിഞ്ഞ് നട തുറന്നത് മണ്ഡലകാലത്തിന്റെ ആദ്യഘട്ടത്തിന്റെ പരിസമാപ്തിയിലേക്ക്. വിവിധ അഭിഷേകങ്ങൾ പൂർത്തിയാക്കി 10:30 തന്നെ മണ്ഡലപൂജ ചടങ്ങുകൾ ആരംഭിച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, നാഗാലാൻഡ് ഗവർണർ LA ഗണേഷ്, ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. തീർത്ഥാടന കാലത്ത് തുടക്കത്തിൽ കണ്ട വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടില്ല. ഇന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് മാത്രമേ നട തുറക്കൂ. അതിനാൽ തീർത്ഥാടകരുടെ വരവിൽ വലിയ കുറവുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ദേവസ്വം ബോർഡും പോലീസും വലിയ ജാഗ്രത പാലിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന പരാതി തുടക്കത്തിൽ കേട്ടിരുന്നു. എന്നാൽ പിന്നീട് 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയെങ്കിലും ദർശനത്തിന് തടസ്സമുണ്ടായില്ല. 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. അപ്പം അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനായി ജനുവരി 13 തിരുവാഭരണ ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടും. ജനുവരി 15 മകരവിളക്ക്. ഭക്തിസാന്ദ്രമായ ഒരു ശബരിമല തീർത്ഥാടന കാലത്തിന്റെ ആദ്യഘട്ടത്തിന് പരിസമാപ്തി. ഇനി അയ്യന്റെ സന്നിധിയിൽ മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ ശ്യാം കുമാറിനൊപ്പം ശ്യാം സുന്ദർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.